ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് കുറച്ച് പ്ലാൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ അത് നടാമെന്ന് വിചാരിച്ചു. സൈഡിൽ തന്നെ ഞാൻ കുറച്ച് മണ്ണ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ മണ്ണൊക്കെ എടുത്ത് ഞാൻ സൺഷെഡിൻ്റെ അടിയിലേക്ക് മാറ്റി വെച്ചതാട്ടോ കാണുന്നത്. അതെല്ലാം എടുത്ത് നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്ന ചട്ടിയിൽ ഞാൻ അതെല്ലാം നിറച്ച് വെച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഇതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വരുമ്പോൾ കളക്ട് ചെയ്യുന്ന എല്ലാ ചെടികളും ഒരു വലിയ ചട്ടിയിൽ ഞാൻ ഒന്നിച്ച് വെറുതെ കുത്തി വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ ചെടികളും ഏകദേശം നട്ടിട്ട് ഒരു 2.5 മാസമായിട്ടുണ്ടാവും. എല്ലാത്തിനും നന്നായിട്ട് വേര് വന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിലൂടെ ഇതും കൂടെ പറിച്ച് നടാമെന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും കൂടുതലും ഇലച്ചെടികളാട്ടോ പ്രിഫർ ചെയ്യണത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ലോ മെയിൻ്റെനൻസ് ആണ്. വെയിലത്തും മഴയത്തും ഒരുപോലെ നിന്നോളും, നല്ല രസമുണ്ടാവും എല്ലാം നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പൂക്കളുള്ള ചെടികളാണെങ്കിൽ നല്ല വെയിൽ കിട്ടണം. ഒത്തിരി വെയിൽ കിട്ടിയാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഓവർ മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകും. ഇലച്ചെടികളാകുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് നനയ്ക്കുകയും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ചീഞ്ഞാലുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ വളരെ ലോ മെയിൻ്റെനൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇലച്ചെടികൾ കൂടുതൽ നടുന്നത്. പിന്നെ ഈ ചെടികളോടുള്ള ഇഷ്ടം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ സമയവും സാഹചര്യവും ഇപ്പോൾ ഒത്തു വന്നുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന കുറേ ചെടികൾ വാങ്ങിച്ച് നടന്നു എന്ന് മാത്രം. പക്ഷേ ഞാൻ കൂടുതലും ഇതുപോലെ കളക്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ നട്ട് വെച്ചിരിക്കുന്ന സ്നേക്ക് പ്ലാന്റും പിന്നെ ഞാൻ കൊണ്ടുവന്ന സ്നേക്ക് പ്ലാന്റും രണ്ടും ഞാൻ 2 ചട്ടിയിലായിട്ടാണ് നട്ടത്. കാരണം സ്നേക്ക് പ്ലാന്റ് ഒരുപാട് റൂട്ട് പൊട്ടി വളരുമ്പോൾ നമ്മുടെ ചട്ടി തിക്കായിട്ട് വളരും. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണത്തിലായിട്ട് നട്ടത്. പിന്നെ ആ വെള്ള ഇലയുള്ള ചെടി നട്ടു കൊടുത്തു. അതൊക്കെ ബുഷായിട്ട് വളർന്ന് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഡ്രം സ്റ്റിക്ക് പോലെ ഇരിക്കുന്നത് ഇതും ഒരു ടൈപ്പ് ഓഫ് സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ വെറൈറ്റി വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതും വേറൊരു ചട്ടിയിലാണ് നട്ടേ. പിന്നെ ചെറിയ വൈറ്റ് പൂണ്ടാവുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡുകളിലും റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇത് നല്ല ബുഷിയായിട്ട് വളർന്ന് നല്ല വെള്ള പൂക്കളുണ്ടായി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്ക് ആകെ അതിൻ്റെ ഒരു 2 തണ്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ 2 തണ്ടും കൂടെ ഒറ്റ ചട്ടിയിലാണ് നട്ടത്. കാരണം വളർന്ന് വരുമ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ അങ്ങനെ നട്ടത്. പിന്നെ നമുക്ക് നേരത്തെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിന്നിരുന്ന ഈ മോൺസ്റ്റർ പ്ലാന്റ്, എൻ്റെ പ്ലാന്റിന് എല്ലാത്തിനും ഓരോ കഥകളുണ്ട്. ഈ മോൺസ്റ്റർ പ്ലാന്റ് സത്യം പറഞ്ഞാൽ ഒരു കാട്ടിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ടതാണ്. നഴ്സറിയിൽ കിട്ടുന്നത് ഈ പ്ലാന്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഇല ഏകദേശം ഇതുപോലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞാനത് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞപ്പോൾ അത് പിടിക്കുകയും ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു വളർന്നപ്പോൾ. ഇത് തറയിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇല ഭയങ്കരമായിട്ട് വലുതാവും. പക്ഷേ ചട്ടിയിലായതുകൊണ്ടാണ് ഇത് വളരെ മിനിമലായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് എൻ്റെ ഇല വളർന്നേക്കുന്നത്. പക്ഷേ ഇത് വളർന്ന് വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു തണ്ട് മാത്രമാണ് ഞാൻ കൊണ്ടുവന്ന് നട്ടത്. അപ്പോൾ ഇത് ഇത്രയും വലുതായി. ഏകദേശം നട്ടിട്ട് 1 വർഷത്തോളം ആയിട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാം നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നമ്മുടെ കുറ്റിമുല്ലയുടെയും ബോഗൻവില്ലയുടെയും ഒക്കെ തണ്ടുകളൊക്കെ ഒന്ന് വെട്ടി കൊടുത്തു. പിന്നെ നട്ട് വെച്ചിരിക്കുന്ന എല്ലാ ചെടികളും ഒന്ന് നനച്ചു കൊടുത്തു. മണ്ണിന് നനവുണ്ട് എന്നാൽ പോലും എല്ലാം ഒന്ന് നനച്ചു കൊടുത്തു. ചെടികളൊക്കെ നടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ടൈമാട്ടോ. കാരണം നല്ല മഴയുള്ളതുകൊണ്ട് പെട്ടെന്ന് ചെടികളെല്ലാം തന്നെ പിടിച്ചു കിട്ടും. പിന്നെ വേനൽക്കാലം ആകുമ്പോൾ നന്നായിട്ട് നനച്ച് വെട്ടിക്ക് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെടികൾ നിൽക്കും കേട്ടോ. അപ്പോൾ ചെടി നടാൻ ഇഷ്ടമുള്ളവരൊക്കെ പെട്ടെന്ന് നടുക. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഈവനിങ്. ഓക്കെ, ബൈ.